ഹലോയ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ മനോഹരമായിട്ടുള്ളൊരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. ഇഷ ആദിയോഗി, കോയമ്പത്തൂർ. എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമായിരിക്കും, എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഒന്നുമല്ലെങ്കിലും നമ്മുടെ ആദിയോഗിയുടെ ചിത്രമൊക്കെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അന്നേരം നമുക്ക് യാത്രയിലേക്ക് കിടക്കാം. കൊല്ലത്ത് നിന്ന് രാവിലെ ശബരി എക്സ്പ്രസ്സിൽ ഞങ്ങൾ സ്കൂളിലെ സഹപ്രവർത്തകരെല്ലാം കൂടി ഒന്നിച്ചിട്ടാണ് സഹപ്രവർത്തകരെല്ലാവരും കൂടി ഒരുമിച്ച് വളരെ മനോഹരമായൊരു യാത്ര. അറിയാമല്ലോ, നമ്മുടെ ഒരു വൈബിലുള്ളവരെല്ലാം കൂടെ ചേരുമ്പം ട്രെയിനകത്ത് നമ്മുടെ പാട്ടും കളികളും ചിരികളും അങ്ങനെ മനോഹരമായൊരു യാത്ര. സമയം പോയതറിയാതെ വൈകുന്നേരത്തോടു കൂടി നമ്മൾ കോയമ്പത്തൂർ എത്തി. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം ഒരു 30 കിലോമീറ്ററോളം യാത്രയുണ്ട് നമ്മുടെ ഇഷ ആദിയോഗിയിലേക്ക്. 14D അങ്ങനെയാണ് അവിടേക്കുള്ള വണ്ടിയുടെ നമ്പർ. 14D എന്ന് പറയുന്ന വണ്ടിയിൽ കയറുമ്പോൾ നമുക്ക് ഒരു മണിക്കൂറോളം യാത്രയുണ്ട്. നല്ല തിരക്കാണ്. നമുക്ക് മുൻകൂട്ടി ബുക്കിംഗ് സൗകര്യമൊന്നുമില്ല. അല്ലാതെ ഓട്ടോയോ ടാക്സികളോ ഒക്കെ വിളിച്ചാൽ നല്ല റേറ്റാണ്. പെർ ഹെഡാണ് അവർ റേറ്റ് വാങ്ങുന്നത്. അപ്പം നമ്മൾ വണ്ടിക്കകത്ത് തന്നെയാണ് പോയത്. ഞങ്ങൾ കുറച്ചൊക്കെ ദുരിതപ്പെട്ടു കേട്ടോ. അതായത് അവിടം വരെ എത്താൻ ഒരു കുറച്ച് പ്രയാസമായിരുന്നു. നിൽക്കേണ്ടി വന്നു, ഫുൾ ടൈം നിൽക്കേണ്ടി വന്നു അങ്ങോട്ട്. അവിടെ എത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഷ സെൻറ്ററിലാണ് നമ്മുടെ റൂം ബുക്ക് ചെയ്തിരുന്നത്. പെർ ഹെഡ് ഏകദേശം ഒരു 450 രൂപയ്ക്കുള്ളിലാണ് വരുന്നത് കേട്ടോ. ഉറപ്പായിട്ടും എക്സ്പീരിയൻസ് ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ തന്നെ റൂം എടുത്താൽ നമുക്ക് കിട്ടുന്നൊരു എക്സ്പീരിയൻസ് അതെങ്ങനെയാണ് പറയണ്ടേ, അത്രയും വെറൈറ്റി ആയിരിക്കും. നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരു വെറൈറ്റി ഒരു അനുഭവം. എല്ലാവർക്കും ആ വൈബ് ഇഷ്ടപ്പെടണമെന്നില്ല, പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. വേറെ ഒരു അന്തരീക്ഷം, നിശബ്ദമായ ഒരു അന്തരീക്ഷം. ഗുരുവിൻ്റെയൊക്കെ മഹത് വചനങ്ങളും അല്ലെങ്കിൽ ആ തത്വങ്ങൾ അതേപടി ഇങ്ങനെ വന്നിട്ടുള്ള മനോഹരമായൊരു സ്ഥലം. എപ്പോഴും അത്ഭുതമാണ് കേട്ടോ, ഇങ്ങനെ അതിനെ ഇത്ര കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതൊക്കെ അത്ഭുതമായിട്ട് തോന്നും. ഞങ്ങളവിടെ ചെന്നതിന് ശേഷം റൂമുകളൊക്കെ നമ്മൾ ബുക്ക് ചെയ്ത കുറച്ച് പ്രൊസീജിയേഴ്സാണ് എല്ലാം. മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ബുക്കിംഗ് സെൻറ്ററിലൊക്കെ പോയി നമ്മുടെ അക്കോമഡേഷനൊക്കെ ഓക്കെ ആക്കി. അക്കോമഡേഷൻ വെറുതെ ഒന്നും അവിടെ കയറാൻ പറ്റില്ല. ഒരുപാട് പ്രൊസീജിയേഴ്സാണ്. നമ്മളെ ഫുൾ ചെക്കിങ്ങും പിന്നീട് നമുക്കൊരു വാട്ടർ പ്രൂഫായിട്ടുള്ളൊരു ബാഡ്ജ് നമ്മുടെ കയ്യിൽ ഒട്ടിക്കും. നമ്മളവിടെ സ്റ്റേ ചെയ്യുന്ന ആ ഫുൾ ഡേ, ഒരു ഡേയിലേക്ക് നമ്മുടെ കയ്യിലത് കാണും. വാട്ടർ പ്രൂഫാണ്, അത് പ്രത്യേകിച്ച് ഇളകിയൊന്നും പോകത്തില്ല. ഞങ്ങൾ പിന്നീട് നേരെ റൂമിലെത്തിയില്ല കേട്ടോ. റൂമിൽ ചെല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ നമ്മുടെ ആദിയോഗിയുടെ ലൈറ്റനിങ്ങിൻ്റെ സമയമായിരുന്നു. എൻ്റെ അമ്മോ, വെറൈറ്റി എന്ന് പറഞ്ഞാലും വളരെ മനോഹരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. നമ്മൾ എങ്ങനെയാണ് ഒരു ശിവൻ്റെ ഒരു വലിയൊരു ശിവലിംഗത്തിൽ ഇത്ര മനോഹരമായിട്ട് ലൈറ്റ് കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിടുന്നതെന്ന് നിങ്ങളത് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല എന്തെല്ലാം വളരെ വെറൈറ്റി ആയിട്ടുള്ള, വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പലവിധ രൂപങ്ങളും ഒക്കെ ഇങ്ങനെ. അതായത് നമ്മുടെ ആ ജടയിൽ നിന്ന് ഇങ്ങനെ ലൈറ്റിനിങ് ആരംഭിച്ച് മുഴുവനായിട്ട് വളരെ 15 മിനിറ്റിനുള്ളിൽ മാത്രമാണിത്. 7:30 ശേഷമായിരിക്കും മിക്കപ്പോഴും സമയം വരുന്നത്. അന്നേരം നല്ല തിരക്കാണ്. എങ്കിലും നമുക്ക് സൈഡ് വ്യൂ ആണ് കിട്ടിയത്. ഞങ്ങൾ സൈഡിൽ നിന്നിട്ടൊക്കെ മനോഹരമായിട്ട് ആ കാഴ്ച കണ്ടു. പിന്നീട് നമ്മൾ റൂമിലെത്തി ഫ്രഷപ്പായി നേരെ ഭക്ഷണം കഴിക്കാൻ. നമ്മുടെ ഇഷ സെൻറ്ററിന് ഒരു പ്രത്യേകതയുണ്ട്, 2 നേരം മാത്രമേ ഭക്ഷണമുള്ളൂ. അതായത് കറക്റ്റ് ഒരു നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കുന്ന തരം കാര്യങ്ങളാണ് അവിടെ. ഫോൺ യൂസ് വളരെ കുറവാണ്, ശബ്ദം വളരെ കുറവാണ്, അത്യാവശ്യത്തിന് മാത്രം ശബ്ദം ഉപയോഗിക്കുന്നു. പിന്നീട് ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ നിലക്കടല, കുതിർത്ത വേവിച്ച മുളപ്പിച്ച പയർ, സലാഡ്, ചോറ് ചെറുതായിട്ട്, പ്രഭാത ഭക്ഷണത്തിനകത്തൊരു മാമ്പഴം. പിന്നീട് ഭക്ഷണ സമയത്ത് നമുക്ക് വെള്ളം കിട്ടില്ല, വെള്ളം കുടിക്കാനായിട്ട് തരില്ല. പിന്നീട് നമ്മൾ തറയിലിരുന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. വെറൈറ്റിയാണ് ആ എക്സ്പീരിയൻസ്. തറയിലിരുന്നിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. നമുക്ക് ആർക്കും ഇപ്പോൾ ഈ വന്ന കാലത്ത് വളരെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരിക്കത്തുള്ളൂ ഇങ്ങനെ തറയിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ തറയിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പം എൻ്റെ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ടേബിളിലോ കസേരയിലോ ഒക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ നമ്മുടെ വയറ് കറക്റ്റ് ഫില്ലായെങ്കിൽ മാത്രമേ നമുക്ക് നിറഞ്ഞു എന്നുള്ള ഫീല് വരും. പക്ഷേ ഇരുന്ന് കഴിക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 80-90% ആകുമ്പോഴത്തേക്കൊക്കെ നിറഞ്ഞു എന്നൊരു ഫീല് വരും.
അന്നേരം പൂർണ്ണമായിട്ടും നിറയത്തില്ല ഇരുന്ന് കഴിച്ചാൽ. അതൊരു ഗുണമാണെന്ന് തോന്നുന്നു. വയറിങ്ങനെ ഓവർലോഡൊന്നും ആകാതിരിക്കും. പിന്നീട് ഇരുന്നിങ്ങനെ വിളമ്പി തരുന്നു. പിന്നീട് ഭക്ഷണം പ്രാർത്ഥനയോടുകൂടി കഴിക്കുന്നു. പിന്നെ അവിടുത്തെ റൂമുകളെ പറ്റി പറയണം കേട്ടോ. വളരെ ഹൈജീനിക്, ഇത്ര വൃത്തിയായിട്ട് ഇത്രയധികം ആൾക്കാർ താമസിച്ചു പോയൊരു റൂം എങ്ങനെ കിടക്കുന്നു എന്നുള്ള അത്ഭുതമാണ്. ആ റൂമുകൾ മാത്രമല്ല, ആ സെൻറ്റർ മുഴുവൻ, അതായത് എവിടെ നോക്കിയാലും ആ ആയിഷ സെൻറ്ററിൻ്റെ അകം മുഴുവൻ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ്. വളരെ വൃത്തിയുള്ള പശുക്കളുള്ള, കാളകളുള്ള, കാളവണ്ടിയുള്ള കൃഷി, തെങ്ങാണ് ധാരാളം തെങ്ങൊക്കെ അവിടെ കാണാൻ പറ്റും. പിന്നീട് അവിടെ ആദിയോഗിയരെടുത്ത് ഗോതമ്പ് കൃഷിയുണ്ട്. പിന്നീട് നമ്മുടെ ഇഷ സെൻറ്ററിൽ നമ്മൾ 20 രൂപ ഡൊണേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ചെടിയുടെ തൈ അവിടെ നടും നമുക്ക് വേണ്ടിയിട്ട്. നമ്മുടെ അന്നദാനത്തിന് വേണ്ടി നമ്മുടെ ഡൊണേഷനാണ്. നമ്മളുടെ ഡൊണേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഡൊണേഷന് അവരവിടെ ഒരു തൈ നടും. പിന്നീട് സേവ് സോയിലിൻ്റെ ഒരുപാട് നിർദ്ദേശങ്ങൾ, ഗുരുവിൻ്റെ ഒരുപാട് വചനങ്ങൾ, രാവിലെ യോഗ, പിന്നീട് അവിടുത്തെ നമ്മൾ കണ്ണടച്ച് നമ്മൾ നിദ്രയിലിരിക്കേണ്ട സ്ഥലങ്ങൾ, ഫോട്ടോഗ്രാഫി അലോകളല്ല കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളിലെ കുറച്ച് കാഴ്ചകളോടൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയേനെ. ഫോട്ടോഗ്രാഫി അതിനകത്ത് അലോബിൾ അല്ലാത്തത് കൊണ്ട് നമുക്കൊന്നും അങ്ങനെ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. പിന്നെ അത്യാവശ്യം പുറത്തൊക്കെ നല്ല ഫുഡിന് അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട്. പുറത്ത് നമ്മൾ ആദിയോഗിയുടെ അടുത്ത് കടകളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് ഇറങ്ങി ആഹാരം കഴിക്കാം. പക്ഷേ നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ, നമുക്കധികം ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്കധികം ബഹളമില്ലാതെ ഫോണില്ലാതെ. ഞാനൊക്കെ ആണെങ്കിൽ ഫുൾ ഡേ ഫോണില്ലാതെ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. വീഡിയോസൊക്കെ ഞാൻ മറ്റുള്ളവരെടുത്തത് ഷെയർ ചെയ്താണ് നമ്മൾ ഈ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാക്സിമം അങ്ങനെ ശ്രമിച്ചു നോക്കി. നമുക്ക് ഒരു ദിവസമെങ്കിലും അങ്ങനെ പറ്റുന്നത് നമ്മുടെ ഒരു വിജയമാണല്ലോ. നമുക്കൊരു അഡിക്ഷൻ ഇല്ലയെന്ന് നമുക്കൊന്ന് സ്വയം ബോധ്യം വേണമല്ലോ. പിന്നീട് അതിൻ്റെ അകത്തെ ഭക്ഷണ രീതി ഞാൻ പറഞ്ഞു. പിന്നീട് മനോഹരമായിട്ടുള്ളൊരു സ്ഥലം എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അതായത് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പ്ലേസാണ്. വളരെ നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ സ്ട്രെസ്ഫുൾ ലൈഫൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് അവിടുത്തെ ഓരോ സ്ഥലങ്ങളിലും ചെരുപ്പില്ലാതെയും ഫോണില്ലാതെയും നമ്മൾ ചെല്ലുന്നു. ഇത്ര ആൾക്കാർ ഒരുമിച്ചിരുന്നിട്ട് ഒരു ചെറിയ മുട്ടുപ്പിൻ വീണ നമുക്കറിയാം. അത്ര നിശബ്ദത. അവിടെ ഓരോ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചകളുണ്ട്. ഈ ആയിഷ സെൻറ്ററിൽ തന്നെ യോഗ സെൻറ്റേഴ്സ് ഉണ്ട്, സ്നാനം ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അതൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. പിന്നീട് അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങൾ കുറച്ച് നേരം കോയമ്പത്തൂരൊക്കെ ഒന്ന് കറങ്ങി. ആദിയോഗിയുടെ അടുത്ത് നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ആദിയോഗിയുടെ കഴുത്തിൽ ആ രുദ്രാക്ഷമാണ് കേട്ടോ കാണുന്ന മാല. വലിയ രുദ്രാക്ഷമാണ്. ഒരുപാട് രുദ്രാക്ഷങ്ങളിങ്ങനെ കോർത്ത് കെട്ടിയിരിക്കുന്ന രുദ്രാക്ഷമാണ്. പിന്നീട് നമുക്ക് ഇഷ സെൻറ്ററിൽ നിന്ന് തേങ്ങ മിഠായിയും പായസവും എള്ളിൻ്റെ മിഠായിയൊക്കെ നമുക്ക് അവിടുത്തെ പ്രസാദങ്ങളായിട്ടൊക്കെ കിട്ടും. പേയബിളാണ് അതെല്ലാം. പിന്നീട് നമ്മുടെ ആദിയോഗിയുടെ അടുത്ത് ഫോട്ടോ സെക്ഷനൊക്കെ അവിടെ അലോബിളാണ് കേട്ടോ. ആദിയോഗിയുടെ അടുത്ത് നമുക്ക് ഫോട്ടോ എടുക്കാനും എല്ലാം പറ്റും. അകത്ത് കയറാനും അതിനൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ടൈം ലിമിറ്റുകളോ അവിടെ ഇല്ല. രാത്രി ക്ലോസ് ചെയ്യും. അല്ലാതെ നമുക്കവിടെ പേയ്മെൻറ്റോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് അകത്ത് ഇഷ സെൻറ്ററിനുള്ളിൽ പ്രവേശിക്കാത്തവർക്ക് ആദിയോഗി വന്ന് കണ്ട് ലൈറ്റിങ്ങൊക്കെ കണ്ട് ലൈറ്റ് ഷോ എല്ലാം കണ്ടിട്ട് തിരികെ പോകാം. അവിടെയും വളരെ വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാനിവിടെ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഞങ്ങൾ കോയമ്പത്തൂരൊക്കെ കറങ്ങി കുഞ്ഞു പർച്ചേസും നടന്ന് ഇഷ്ടം പോലെ നമ്മുടെ കൊളസ്ട്രോൾ പറ്റിക്കാണ്. അത്രത്തോളം നമ്മൾ നടന്നിട്ടുണ്ട് ഈ സ്ഥലം കണ്ടുപിടിക്കാൻ. നമുക്കൊന്നാമത് ഭാഷയുടെ പ്രശ്നം, കറക്റ്റൊന്നും അവർ പറയുന്ന നമുക്കും നമ്മൾ പറയുന്ന അവർക്കും ഒന്നും എപ്പോഴും കറക്റ്റായിട്ട് മനസ്സിലാവണമെന്നില്ലല്ലോ. അങ്ങനെ അവിടെയൊക്കെ കറങ്ങി കുഞ്ഞു പർച്ചേസ് നടത്തി. അപ്പോഴാണ് ആ സന്തോഷ വാർത്ത. നമ്മൾ ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. ടിക്കറ്റ് ക്യാൻസലായി. പിന്നീട് ഞങ്ങൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറിയിട്ട് വീട്ടിലെത്തണ്ടേ. അങ്ങനെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറിയിട്ട് വീട്ടിലെത്താം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ കയറി. ആദ്യത്തെ ട്രെയിൻ വന്നു, കയറാൻ പറ്റിയില്ല. നിറയെ തിരക്കായിരുന്നു. രണ്ടാമത്തെ ട്രെയിനകത്ത് എന്തും ഞങ്ങൾ സഹിച്ച് കയറും എന്നുള്ളൊരു വാശിയായിരുന്നു. കയറി, തിക്കും തിരക്കുമായിരുന്നു. പിന്നീട് ആകെയുള്ളൊരാശ്വാസം, കയറിയ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ വളരെ ബഹളം, അല്ലെങ്കിൽ നമുക്കങ്ങ് സഹിക്കാൻ പറ്റാത്ത അത്രയും ഒരു അൺഹൈജീനിക്കായിട്ടുള്ള സിറ്റുവേഷൻസ് ഒന്നും അല്ലായിരുന്നു. മലയാളീസൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സീറ്റ് കിട്ടാതെ കുറച്ച് നേരം, നമുക്ക് ഇങ്ങനെ ഇത്രയും നടന്ന ക്ഷീണമുണ്ടല്ലോ, അതുകൊണ്ട് ട്രെയിനകത്ത് ഇരുന്ന് ആ ചിത്രങ്ങളൊക്കെയാണ് കേട്ടോ കാണുന്നത്. ഞങ്ങൾ കുറച്ച് നേരം തറയിലൊക്കെ ഇരുന്നു.
പിന്നീട് ഓരോരുത്തർ മാറുന്നത് ഇങ്ങനെ നോക്കി നമ്മൾ വെയിറ്റ് ചെയ്ത് ഓരോരുത്തരടുത്തോട്ട് കയറി. തിരിച്ചു വരുമ്പോൾ എൻജോയബിൾ ഒന്നും അല്ല, കാരണം എല്ലാവരും പല പല സ്ഥലങ്ങളിലായിരുന്നു. പിന്നീട് കൊല്ലം അടുക്കാറായപ്പോഴത്തേക്കാണ് ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ച് ഒരിടത്ത് വന്നിരുന്ന് കുറച്ച് നേരമൊക്കെ കാര്യമൊക്കെ പറഞ്ഞ്. രാത്രിയിലെ യാത്ര ആയതുകൊണ്ട് ഉറക്കമായിരുന്നു മെയിൻ. പിന്നീട് റെയിൽവേ സ്റ്റേഷനിലെത്തി, പാർക്ക് ചെയ്തിരുന്ന കാറ് പോയി എടുത്തു, നേരെ വീട്ടിലേക്ക്. മനോഹരമായിട്ടുള്ളൊരു യാത്രയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ആദിയോഗി സെൻറ്ററിൽ പോകുന്നതിനെ പറ്റിയോ, പോയി അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്, ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, റേറ്റ് എങ്ങനെയാണ്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അടുത്തൊരു വ്ളോഗുമായിട്ട് കാണുന്നിടം വരെ ഓക്കെ, ബൈ ബൈ.